ചേട്ടൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു. ചേട്ടനെ ഒന്ന് കയ്യോടെ പിടിക്കാൻ. അയ്യോ, എന്താണ്? അതായത് നമ്മുടെ പ്രേക്ഷകരും 2 ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറയും. ഇപ്പോൾ നോക്കൂ, അന്താരാഷ്ട്ര വിപണിയിൽ $62 ക്രൂഡിൻ്റെ വില കുറഞ്ഞു. അപ്പോൾ ഇവിടെ 2 രൂപ കൂട്ടി, പാചകവാതകത്തിന് 2 രൂപ കൂട്ടി. ഇത് മാത്രം നിങ്ങൾ മിണ്ടത്തില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് ആരോട് ചോദിക്കും? ചേട്ടൻ വന്നിട്ട് ചോദിക്കാമെന്ന് വെച്ചതാണ്. ഇന്നിപ്പോൾ ചേട്ടനെ കൈ കിട്ടി. പൊട്ടാത്ത തേങ്ങ ഗണപതിയുടെ തലയിലടിച്ചു. ഒരു സിമ്പിൾ കാര്യമാണ്. നിർമ്മലാ സീതാരാമൻ ഇത് പലതവണയായിട്ട് പറഞ്ഞു. ഇപ്പോൾ എല്ലാ സാധനങ്ങളുടെയും ടാക്സ് GST കൗൺസിലാണ് തീരുമാനിക്കുന്നത്. ബട്ട് പെട്രോളിയം പ്രോഡക്ട്സും ലിക്കറും GST അതാത് സംസ്ഥാനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ എന്തായി, തോന്നിയ ദിവസം ഓരോരുത്തർ തീരുമാനിക്കാം. കേന്ദ്രത്തിൻ്റെ വില തീരുമാനിക്കും. ഇത് കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ഇതിന് പുറത്തുള്ള സെസ് ഉണ്ടല്ലോ, കേന്ദ്രം ഡ്യൂട്ടി കൂട്ടി, അപ്പോൾ അതിൻ്റെ പുറത്ത് ഇവരുടെ ഡ്യൂട്ടി. ഇവർക്ക് വേണമെങ്കിൽ അത് ഇളവ് ചെയ്യാം, ഇവരത് ചെയ്യില്ല, ഇവർ അത് കൂട്ടുകയും. അങ്ങനെ കേരളത്തിൽ പെട്രോളിന് 110 രൂപ, തമിഴ്നാട്ടിൽ 104 രൂപ, മാഹിയിൽ 99 രൂപ. അപ്പം മാഹിയിൽ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് ആൾക്കാർ തിരിച്ചു, കാരണം അത്രയും ദൂരം സഞ്ചരിക്കുന്നത് പോലും മുതലാകും, വില ഇത്രയും. ഇതൊക്കെ ഈ അനോമലി ഉണ്ടായിരിക്കുന്നത് ഈ സാധനം GSTക്ക് പുറത്തായതുകൊണ്ടാണ്. ഇനി എന്തിനിത് GSTക്ക് പുറത്താക്കി? ഭരണകൂടത്തിന് കാശ് വേണം, പിണറായി വിജയന് കാശ് വേണം, നരേന്ദ്രമോദിക്ക് കാശ് വേണം, നിർമ്മലാ സീതാരാമന് കാശ് വേണം. ഇതൊന്നും വ്യക്തിപരമായിട്ട് അവർക്ക് വേണ്ട കാശല്ല, സർക്കാരിന് കാശ് വേണം ഭരണം നടത്തിക്കൊണ്ടുപോകാൻ. അപ്പോൾ എല്ലാ സർക്കാരുകളും ചേർന്ന് തീരുമാനിച്ചു മാക്സിമം ടാക്സ് റവന്യൂ കിട്ടുന്ന 2 സാധനം, ലിക്കറും പെട്രോളും. രണ്ടും ഇന്ധനമാണ്. ഒരെണ്ണം വണ്ടിക്കുള്ള ഇന്ധനം, മറ്റേത് മനുഷ്യന് അത്യാവശ്യമായ ഇന്ധനം. അല്ല, ഞാൻ അതിശയോക്തി പറയുകയില്ല. ഒരാൾ തമാശയ്ക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എറണാകുളത്ത് പട്ടിണി കിടക്കാൻ പോലും 250 രൂപ വേണം സാറേ. ഞാൻ പറഞ്ഞു, പട്ടിണി കിടക്കാൻ പിന്നെ 250 രൂപ എന്തിനാ? അതിന് സ്മോൾ വേണ്ടേ? അതില്ലാണ്ട് പറ്റൂല. പട്ടിണിയാണെങ്കിൽ ഇതില്ലാതെ പറ്റില്ല. 250 രൂപ പട്ടിണി കിടക്കാൻ 250 രൂപ വേണം. അപ്പോൾ അത്രയ്ക്ക് അവശ്യ വസ്തുവാണ് പെട്രോളും ലിക്കറും. അതുകൊണ്ട് എല്ലാ സർക്കാരും ചേർന്നിട്ട് പുറത്താക്കി. നിർമ്മലാ സീതാരാമൻ എൻ്റെ മുമ്പിലത്തെ വർഷം അവർ പറഞ്ഞു, ഇതാണ് ഇതിൻ്റെ സീക്രട്ട്, നിങ്ങളെല്ലാവരും സമ്മതിക്കാമെങ്കിൽ നമുക്കിത് GST കൊണ്ടുവരാം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ റേറ്റ് ആകും. ഇത് കൂട്ടണമെങ്കിൽ GST കൗൺസിൽ എല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ച് കൂട്ടണം. ഈ തലവേദന ഒഴിവാകും. ഞങ്ങളെ മാത്രം ചീത്ത പറയുന്ന ഏർപ്പാട് അവസാനിക്കും. ഒന്നുകിൽ എല്ലാവരും ചീത്ത കേൾക്കണം, അല്ലെങ്കിൽ ആരും ചീത്ത കേൾക്കണ്ട. സമ്മതമാണോ എന്ന് ചോദിച്ചു. ആരും മിണ്ടിയില്ല. ആ ഇഷ്യൂ അങ്ങ് പോയി. ഇനി ഈ പെട്രോളിൻ്റെ വില കൂടുമ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങാത്തത് എന്താണ്? ഒരു 5 വർഷം മുമ്പ് ഒരു ചൈനക്കാരൻ ഇന്ത്യക്കാരന് അയച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഇമെയിൽ അയാൾ പുറത്തുവിട്ടു. അതിൽ ചൈനക്കാരൻ പറയുന്നത്, ഇത്രയും പെട്രോൾ വില കൂടിയാൽ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള ചൈനയിൽ അവിടെ ശ്വാസം വിടാൻ പറ്റില്ല, ഇവിടെ പോലും ഞങ്ങൾ തെരുവിലിറങ്ങും, നിങ്ങളെന്താ തെരുവിലിറങ്ങാത്തത് എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ ഒരുപാട് പേര് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അതിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം. തെരുവിലിറങ്ങാത്തതിൻ്റെ റീസൺ സിമ്പിളായിട്ട് ഞാൻ പറയാം. പണ്ട് എനിക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്ന കാലം, പിന്നെ ആ ദുരിതം ഞാൻ വിറ്റു. കായലിൽ കൂടെ സ്കൂട്ടർ ഓടിക്കാൻ പറ്റില്ല, അങ്ങനെ വിറ്റു. ഈ സാധനം കൊണ്ടുപോയിട്ട് ഞാൻ ചെയ്യുന്നത് 300 എന്ന് പറയും. 3 ലിറ്റർ പെട്രോൾ, 100 ലിറ്റർ മറ്റേ ഓയിൽ, 300. അതിന് ഇത്ര രൂപ എന്നുണ്ട്. 6 രൂപ ചില്ലറയായിട്ട് ഞാൻ കയ്യിൽ വയ്ക്കുക. അത് കൊടുത്തിട്ട് സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. 100 രൂപയ്ക്ക് പെട്രോൾ, 200 രൂപയ്ക്ക് പെട്രോൾ. കാരണം ഈ ഡിജിറ്റൽ സംവിധാനം വന്നു. പെട്രോളിൻ്റെ വില എത്രയാണെങ്കിലും എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് 500 രൂപ, 500 രൂപ, 500 രൂപ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ അതെ. പെട്രോളിൻ്റെ വില 2 രൂപ കൂടി, 3 രൂപ കുറഞ്ഞു, 8 രൂപ കൂടി. എൻ്റെ ബജറ്റിൽ അത് അഫക്റ്റ് ആവുന്നില്ല. 500 രൂപ. ഇത് അഫക്റ്റ് ആവുന്നുണ്ട് വളരെ മാർജിനലായിട്ടാണ്. കാരണം സുനിലിൻ്റെ വണ്ടി ഈ ലിറ്ററിന് 20 കിലോമീറ്റർ ഓടുമെന്ന് വെച്ചോ. പെട്രോളിന് വില കൂടുമ്പോഴും ഇവൻ 20 കിലോമീറ്റർ തന്നെയാണ് ഓടുന്നത്.
ഫലത്തിൽ സുനിലിന് വരുന്ന വ്യത്യാസം നേരത്തെ 20 കിലോമീറ്റർ ഓടുമ്പോൾ 100 രൂപ ചിലവാകുമായിരുന്നെങ്കിൽ ഇപ്പോൾ 100 രൂപ 50 പൈസ ചിലവാകുന്നു. സുനിലിന് അത് പിഞ്ച് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. നമ്മളെ പെട്രോൾ ശുദ്ധശൂന്യമായി കഴിയുമ്പോഴല്ലല്ലോ നമ്മൾ വീണ്ടും പെട്രോൾ റിസർവിലായി എന്ന് കഴിയുമ്പോൾ ഇനിയിപ്പോൾ പ്രശ്നമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അടുത്ത പമ്പിൽ പോയി 500 രൂപയ്ക്ക് പെട്രോൾ. അപ്പോഴും നമ്മളുടെ ബജറ്റ് ഇങ്ങനെ തന്നെ നിൽക്കുന്നു. ഇത് മന്ത്ലി എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 500 രൂപ വെച്ച് എത്ര രൂപ നിങ്ങൾ പെട്രോളിന് കൊടുത്തുകൊണ്ടിരുന്നു അത്രയും തന്നെ നിങ്ങൾ കൊടുക്കുന്നു. ഇത് നിങ്ങളെ പിഞ്ച് ചെയ്യുന്നില്ല. പറയുമ്പോൾ എല്ലാവരും പറയും, പെട്രോളിനൊക്കെ എന്താ വില, 2 എണ്ണം ഒഴുക്കി കേട്ടാ. ഈ സാധനത്തിന് 600% ടാക്സ്. അതെ, ഒരു പരാതി ആർക്കുമില്ല. അത് ഈ സാധനങ്ങളുടെ വില നോക്കുക, കേരളത്തിലെ മദ്യത്തിൻ്റെ വില നോക്കുക. ഡൽഹിയിൽ മദ്യനയ അഴിമതിയും സംഗതിയും കേജ്രിവാളും ഒക്കെ കഴിഞ്ഞിട്ട് ഇത്രയും വിലയില്ല. കുപ്പിക്കൊന്ന് ഫ്രീ ആയിരുന്നു, അത് കേജ്രിവാൾ കൊണ്ടു. ബട്ട് ഒരു സംസ്ഥാനത്തിൽ ഇത്രയും വിലയില്ല. പണ്ടൊക്കെ തമിഴ്നാട്ടിൽ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം തമിഴന്മാരെല്ലാം പാലക്കാട് വരും. പാലക്കാട് ഒരു ലോഡ്ജിലും റൂം കിട്ടില്ല. വെള്ളി ശനി ഞായർ ഫുള്ളാണ്, അടിയാണ്. എന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം 1 മണിക്കൂറിലേ ഉള്ളൂ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ. എല്ലാവരും കൂടെ ബസ്സിന് പോകും. തിങ്കളാഴ്ച ഈ ലോഡ്ജ് മുഴുവൻ കാലിയാകും. ലോഡ്ജുകാരൻ ഇങ്ങോട്ട് വിളിക്കും, സാറേ മുറിയോ മറ്റോ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് പകുതി വിലയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. ദിസ് വാസ് ദ സിറ്റുവേഷൻ. ഇപ്പം നേരെ തിരിച്ചാണ്. ഇപ്പം മലയാളി കോയമ്പത്തൂരേക്ക് പോകും, കാരണം അവിടെ വില കുറവാണ്. ഈ സാധനത്തിന് ഒരു ദണ്ണോ ആർക്കും ഉണ്ടാവാറില്ല. അതിനെത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാം. ഇത് കൂട്ടിയത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കളുകൂടിയെന്നുള്ള ചീത്തപ്പേരും കൂടെ ആകും. അതുകൊണ്ട് ആരും മിണ്ടുന്നില്ല. സത്യത്തിൽ പെട്രോളിനേക്കാൾ വലിയ അന്യായം നടക്കുന്നത് ലിക്കറിൻ്റെ കാര്യത്തിലാണ്. ബട്ട് അത് ചോദിക്കാൻ ആർക്കും, ചോദിച്ചാൽ മോശക്കാരനാകുമല്ല, ആരും ചോദിക്കുന്നില്ല. എനിക്കും ഉണ്ട് ഒരു പൊതു താല്പര്യ ഹർജിയായിട്ട് ഹൈക്കോടതിയിൽ പോകണം. കാരണം വലിയ അന്യായം, 600% ടാക്സ് എന്നൊക്കെ പറഞ്ഞു. ആകെ 20 രൂപയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്. ഇതെന്താണ് മൊളാസസ് അല്ലേ? പഞ്ചസാര എടുത്തു കഴിഞ്ഞ് മറ്റേ ബാക്കി വരുന്ന മൊളാസസ് എടുത്തിട്ട് ആവിയാക്കി അപ്പോഴത്തേക്ക് ആൽക്കഹോളായി കുപ്പിയിൽ നിറച്ചു, പല നിറവും ഒഴിച്ചു, ഫ്ലേവറും ചേർക്കും. ഇത് ഈ മഞ്ഞ കളർ ഒഴിച്ചാൽ ബ്രാൻഡി, കറുപ്പ് കളർ ഒഴിച്ചാൽ റമ്മ്, കളറേ ഒഴിച്ചില്ലെങ്കിൽ ജിന്ന്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടിയാണോ ശരിക്കും ഉണ്ടാക്കുന്നത്? പിന്നെ സാധനം ചാരായമാണ്. ഭൂമിയിലെ സകല മദ്യങ്ങളും ചാരായമാണ്. CH2 ഈതയിൽ ആൽക്കഹോൾ. ഏത് വാറ്റുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഏത് വാറ്റുന്നതനുസരിച്ച് അതിൻ്റെ ഫ്ലേവറിന്, സ്മെല്ലിനൊക്കെ വ്യത്യാസം വരും. ബേസിക്കലി നിങ്ങൾക്ക് കിക്ക് തരുന്ന സാധനം ഈതയിൽ ആൽക്കഹോളാണ്. ഈതയിൽ ആൽക്കഹോൾ ഉണ്ടാകുന്നതിനിടയ്ക്ക് മീതയിൽ ആൽക്കഹോൾ ഉണ്ടാകും. ഈ കളവാറ്റൊക്കെ നടക്കുമ്പോൾ ഈ മീതയിൽ ആൽക്കഹോൾ പോയി കഴിയുമ്പോൾ ടപ്പെന്ന് പറഞ്ഞത് മൂടണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് പോയില്ലെങ്കിൽ ഇതിനകത്ത് മീതയിൽ നിൽക്കും. മീതയിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് വിഷമദ്യത്തിൽ പറയുന്നത്. ദിസ് ഈസ് ഓൾ കെമിക്കലി പ്രൂവൺ തിങ്. ഈ കള്ളു കുടിച്ച് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ഫാർമക്കോളജിയിൽ പറയുന്നുണ്ട്. ഇന്നതൊക്കെയാണ് തലച്ചോറിൽ സംഭവിക്കുന്നത്, ഇന്നതൊക്കെ ഇന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ളത്. ഇറ്റ് ഇസ് ഓൾഡ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മളെന്തിന് ഈ കെമിസ്ട്രിയിലേക്ക് വന്നത്? അതുകൊണ്ട് വിലയിലേക്ക് വരാം. നമ്പർ 2, ആളുകളുടെ ഒരു പൊതുധാരണയുണ്ട്, ഈ വാങ്ങിയിട്ട് മറിച്ച് കച്ചവടം നടത്തുന്ന ഒരു ഏർപ്പാടാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. അങ്ങനെയല്ല. കിട്ടുന്ന വിലയിൽ ഒരല്പം കമ്മീഷൻ ഇട്ടിട്ട് മറിച്ച് കച്ചവടം ചെയ്യും. അങ്ങനെയല്ല. ഒരു സംശയം ചോദിക്കട്ടെ, ഈ അന്താരാഷ്ട്ര വിപണിയിൽ കൂടുന്നതനുസരിച്ച് നമ്മൾ കൂട്ടുന്നുണ്ട്, കുറയുന്നതനുസരിച്ച് കുറയ്ക്കുന്നില്ല എന്ന പരാതി. കൂടുന്നതനുസരിച്ച് കൂട്ടുന്നില്ല ഇല്ലേ? പലപ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ കൂടുമ്പോൾ ഇവിടെ പെട്രോളിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. പെട്രോൾ വില 50 പൈസ കുറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത വരും. ആ സമയത്ത് ആരെങ്കിലും ക്രൂഡിൻ്റെ വില നോക്കാറില്ല. കുറഞ്ഞു, കുറയട്ടെ എന്നൊക്കെ പറയും. അന്താരാഷ്ട്ര വില നോക്കില്ല. കൂടുമ്പോഴാണ് ഇവർ ഓടിച്ചെന്ന് അന്താരാഷ്ട്ര വില നോക്കുന്നത്. ഈ അന്താരാഷ്ട്ര വിലയ്ക്ക് ക്രൂഡ് വാങ്ങിച്ചിട്ട് ആ ക്രൂഡ് തൻ്റെ കമ്മീഷനും കൂടെ ചേർത്തിട്ട് 100 രൂപയ്ക്ക് വാങ്ങിച്ച ക്രൂഡ് 130 രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നാൽ മതിയോ? ക്രൂഡ് തന്നാൽ നിങ്ങളുടെ വണ്ടി ഓടില്ല. ഇല്ല, അത് റിഫൈൻ ചെയ്യണം. അതുകൂടാതെ ഈ അന്താരാഷ്ട്രം എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങുന്നത് ഒരു സ്ഥലത്തു നിന്നൊന്നുമല്ല. വെനിസുലയിൽ നിന്ന് മേടിക്കും, റഷ്യയിൽ നിന്ന് മേടിക്കും. അപ്പം റഷ്യക്ക് സാങ്ഷൻ വന്നു, ഉടനെ ഖത്തറിലേക്ക് തിരിയും. ഇത് ഒരുപാട് അങ്ങനെ ഇൻ്റർനാഷണൽ കളികൾ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് റിഫൈൻ ചെയ്യാനുള്ള പാട്, അതിൻ്റെ ചിലവ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചിലവ്, ഇതെല്ലാം കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും. അതിന് നേരത്തെ നമ്മൾ ഒരു ഓയിൽ പൂൾ ഉണ്ടാക്കിയിരുന്നു. ചിദംബരത്തിൻ്റെ കാലത്തൊക്കെ, വാജ്പേയിയുടെ കാലത്തുണ്ടായിരുന്നു. അതൊരു ഓയിൽ പൂൾ, സർക്കാർ ഒരു ബജറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ഈ കമ്പനികൾക്ക് വരുന്ന ലാഭനഷ്ടങ്ങളുടെ ഷോക്ക് സർക്കാർ ഈ പൂളിൽ നിന്ന് നികത്തുക. ഈ പൂളിൽ നിന്ന് നികത്തി സർക്കാർ വിഷമിച്ചു. 1-2 കോടിയാണോ BPCL, IOCL ഇവരൊക്കെ ആയിട്ട് രൂപ അങ്ങ് പോവുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സിമ്പിൾ ഏർപ്പാടല്ല. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചിട്ട് എൻ്റെ ലാഭവിഹിതം ചേർത്ത് എറണാകുളം മാർക്കറ്റ് വിൽക്കുന്ന ഏർപ്പാടല്ല പെട്രോളിൻ്റെത്. അങ്ങനെയാണെങ്കിൽ പാചകവാതകത്തിന് എന്തിനാ കൂട്ടിയത്? പാചകവാതകത്തിനും ഇതുപോലെയാണ്. ഇതേ ഏജൻസികളാണ് പാചകവാതകത്തിലും IOCL-ഉം BPCL-ഉം ഒക്കെയാണ് ചെയ്യുന്നത്. പ്ലസ് നിങ്ങളുടെ മുഖ്യശത്രുവായ അഡാനി ഗ്യാസ്, അഡാനി IOL-ആയിട്ടോ അങ്ങനെ എന്തോ, IOC മറ്റോ, AIOC എന്നോ മറ്റോ ആണ് അതിൻ്റെ. ആ പമ്പിൽ ഗ്യാസിൻ്റെ പമ്പുണ്ടല്ല, അതിലുണ്ടാകും പേര്. അഡാനി ഗ്യാസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉണ്ട്. ഇതേ കമ്പനികൾ തന്നെയാണ് ഗ്യാസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഗ്യാസിൻ്റെ വിലയും കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇത് ഹൈലൈറ്റ് വരും, അതറിയാമോ? വാണിജ്യ ഗ്യാസിൻ്റെ വില കുറച്ചു. അത് കാണുമ്പോൾ നമുക്ക് എൻ്റെ കുറച്ചില്ല, വീട്ടിലെ കുറച്ചില്ല. ഇത് വാണിജ്യത്തിൻ്റെ കുറയുമ്പോൾ നിൻ്റെയും കുറയും. വാണിജ്യത്തിൻ്റെ കുറയുമ്പോൾ ഹോട്ടലുകാരൻ കംഫർട്ടബിൾ ആകും. നമ്മൾ വാങ്ങുന്ന ആ സാധനത്തിൻ്റെ വില അവൻ കുറയ്ക്കില്ല. പഞ്ചസാര കൂട്ടിയെന്ന് പറഞ്ഞ് ചായ 12 ആക്കി, പിന്നെ പലതവണ കുറഞ്ഞിട്ടും ചായയുടെ വില കുറഞ്ഞിട്ടില്ല. പഞ്ചസാര വില കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചായയുടെ വില ആരും കുറയ്ക്കില്ല. അത് കൂടിയത് തന്നെ നിൽക്കും. അവിടുന്ന് പിന്നെ കൂട്ടുകയില്ലെന്നേ ഉള്ളൂ. മൊത്തത്തിൽ ഇപ്പം ഈ പെട്രോൾ വിലയും സംഗതിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും ചൈനക്കാരൻ്റെ ചോദ്യമാണല്ലോ, എന്താ നിങ്ങൾ തെരുവിൽ വരാത്തത്? തെരുവിൽ വരാത്തത് നമ്മളെ പിൻ ചെയ്യുന്നില്ല. മനുഷ്യരെ പിൻ ചെയ്യുന്നത് CPI ആണ്, കൺസ്യൂമർ പ്രോഡക്റ്റ് ഇൻഡെക്സ്, അതോ കൺസ്യൂമർ പ്രൊഡ്യൂസ് ഇൻഡെക്സ് അല്ല, പ്രോഡക്റ്റിന് CPI, മൊത്തം വിലക്കയറ്റം. ആ വിലക്കയറ്റം ഇന്ത്യയിൽ ഇപ്പോഴും താന്നു തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ യു ആർ കംഫർട്ടബിൾ. ഒരു പെട്രോൾ എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇടയ്ക്ക് ഉള്ളിക്ക് വില കയറി കഴിയുമ്പോൾ നമ്മൾ ഉള്ളി എന്നൊക്കെ പറഞ്ഞ് വെള്ളം വയ്ക്കും. ബട്ട് ആ കാലം കഴിയും, പിന്നെ ഉള്ളിക്ക് വില താന്ന് കഴിയുമ്പോൾ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഇതെല്ലാം ഈ നമ്മളുടെ വിരുദ്ധമായ ആവശ്യങ്ങളാണ് നമുക്ക്. സുനിൽ നോക്കിക്കോ, നെല്ലിൻ്റെ വില കൂടണം, അരി വില കുറയണം, അല്ലേ? നമ്മുടെ ആവശ്യമാണ്. തേങ്ങയ്ക്ക് വില കൂടണം, വെളിച്ചെണ്ണ വില കുറയണം, റബ്ബറിന് വില കൂടണം, ചെരുപ്പിൻ്റെ വില, ടയറിൻ്റെ വില കുറയണം. കോൺട്രഡിക്ടറി ആവശ്യങ്ങളാണ് നമ്മുടെ മാത്രമല്ല, ലോകം മൊത്തം അങ്ങനെയാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളിന് വില കൂടണം, കൺസ്യൂം ചെയ്യുന്ന ആളിന് വില കുറയണം. ഏത് സർക്കാരാണെങ്കിലും ഇത് രണ്ടുപേരെയും തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. ഇതിൻ്റെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാനേ നമുക്ക് സാധിക്കുള്ളൂ. പച്ചക്കറി വില തീ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കാണിക്കും. ഈ പച്ചക്കറി വില കുറഞ്ഞു എന്ന് വെച്ചോ, വെണ്ടയ്ക്ക കർഷകർ ദുരിതത്തിൽ, തക്കാളി വലിച്ചെറിഞ്ഞു, അതായി. അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം പിന്നെ സർക്കാർ എന്തെങ്കിലും അതിനകത്ത് ഇടപെട്ടിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് സമാധാനം കിട്ടും. പിന്നെയും ഇതിങ്ങനെ പോകുന്നു. ബട്ട് കംഫർട്ടബിളായിട്ട് നമ്മൾ നിൽക്കുന്നു എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ടല്ലോ, അത് ബൈ ആൻഡ് ലാർജ് കോൺസ്റ്റൻ്റ് ആണ്, കുറച്ച് കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് വി ആർ കംഫർട്ടബിൾ. അപ്പോൾ നമ്പർ 2, ഈ മൊത്തം ഭാരതത്തിൽ വണ്ടിയുള്ള എത്ര പേരുണ്ടെന്നാണ് വിചാരം? എനിക്ക് വണ്ടിയില്ല, സൈക്കിൾ പോലും ഇല്ല. എനിക്ക് പെട്രോൾ വില കൂടിക്കഴിഞ്ഞാൽ എന്നെ അത് ബാധിക്കുന്നില്ല. അടുത്തത്, ഈ പണ്ടൊക്കെ ഡീസലിന് വില കൂടുമ്പോൾ പാവയ്ക്കായ്ക്ക് വില കൂടും. അതെ, ഞാൻ ചോദിക്കാൻ പോവായിരുന്നു. പാവയ്ക്ക പൊള്ളാച്ചിയിൽ നിന്ന് വരുന്നു, അതുകൊണ്ട് പാവയ്ക്കായ്ക്ക്. ഇപ്പം അതില്ല. എന്താ എനിക്കറിയില്ല. ദ ഹോൾ തിങ് ഇസ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പച്ചക്കറിയൊക്കെ ഫ്ലോ ചെയ്തിട്ട് ഭാരതം ഒന്നാണെന്ന് നമ്മൾ പറയുന്നില്ല. GST വന്നു കഴിയുമ്പോൾ ചെക്ക് പോസ്റ്റുകൾ എടുത്തു. അല്ലെങ്കിൽ തന്നെ പാവയ്ക്കായ്ക്ക് ടാക്സ് ഒന്നുമില്ല, അഗ്രികൾച്ചർ പ്രൊഡ്യൂസറാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നിരപ്പായി.
നോട്ട് നിരോധനവും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഞാൻ അത് ടെക്നിക്കലി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു ഭരണിയിൽ നമ്മളിങ്ങനെ ചിപ്സ് ഇടുമല്ലോ, ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭരണി നിറയും. അപ്പോൾ നമ്മൾ ഭരണി ഒന്ന് കുലുക്കും അല്ലേ, ഒന്ന് കുലുക്കുമ്പോൾ ഈ ചിപ്സ് എല്ലാം റെഡിയായിട്ട് ലെവലങ്ങ് കുറയും. അപ്പോൾ കൂടുതൽ ചിപ്സ് കിടന്നുണ്ട്. അങ്ങനെ നമ്മൾ കുലുക്കി മാക്സിമം ചിപ്സ് ഇതിൽ കൊള്ളിച്ചിട്ട് പിന്നെ ഇത് നമ്മൾ അടപ്പിങ്ങനെ ഇടുമ്പോഴുണ്ടല്ലോ അത് ത്രെഡ് തെറ്റിക്കയറും, പിന്നെ പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അഴിക്കും തിരിച്ച്. അത് തിരിക്കുമ്പോൾ എല്ലാവരും കൂടെ പറയും ഇതെന്താ ഇത് റിവേഴ്സ് അടിക്കുന്നത്, റിസർവ് ബാങ്കിന് വട്ടാണ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. വട്ടല്ല, ത്രെഡ് ശരിയായില്ല, അതുകൊണ്ട് റിസർവ് ബാങ്ക് അഴിച്ചിട്ട് വീണ്ടും ഇടാൻ പോവാം. വീണ്ടും കറക്റ്റ് റെഡി. ഇതൊക്കെ നമുക്ക് മനസ്സിലാവാത്ത ഫൈനാൻഷ്യൽ കാര്യങ്ങളുണ്ട്. മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഭരണി ഇങ്ങനെ കുലുക്ക്, ഇതൊക്കെയാണ് ഈ ഭരണി. നോട്ട് നിരോധനം വന്നപ്പോഴുണ്ടല്ലോ, നോട്ടെങ്ങും പോയൊന്നുമില്ല, എല്ലാം ഓർഡറിലായി, ഡിജിറ്റലായി, കണക്ക് വന്നു, ഒക്കെ കഴിഞ്ഞപ്പോൾ ലെവല് കുറഞ്ഞു. അപ്പോൾ ബഹളമായി GDP കുറഞ്ഞു, കുറയുമല്ലോ. GDP കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഓർഡറിലായപ്പോൾ ഈ ചിപ്സിൻ്റെ ഹൈറ്റ് ഭരണിക്കുള്ളിൽ മറ്റൊന്ന് കുറഞ്ഞു. ഇതിനർത്ഥം ചിപ്സ് കുറഞ്ഞു എന്നല്ല, ചിപ്സ് അത്രയും തന്നെയുണ്ട്, അത് ഓർഡറിലായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നില്ലേ, ഉണ്ട്. നമ്മളുടെ പോക്കറ്റിൽ നിന്ന് പെട്രോളിന് ഔട്ട്പുട്ട്, നമ്മളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന കാശ് ഓൾമോസ്റ്റ് സെയിം അല്ലേ. ഇതാണ് ജനങ്ങളെ ബാധിക്കാത്തതിൻ്റെ കാര്യം. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ കമ്പനികൾ എങ്ങനെ നഷ്ടത്തിൽ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല സത്യത്തിൽ. ഇതെന്നെ പഠിപ്പിച്ചു തരാമെന്നൊരു വിദഗ്ധൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്രയാണെന്ന് വിചാരിച്ച് പഠിക്കും ഈ വയസ്സുകാലത്ത്, സൗകര്യം പോലെ ഞാൻ വരാൻ ചേട്ടാന്ന് പറഞ്ഞു. എന്നേക്കാൾ പ്രായമുള്ള മനുഷ്യനാണ് പുള്ളി. ഈ ഇതിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഈ ക്രൂഡ് ഇമ്പോർട്ട് പ്ലസ് റിഫൈൻ, അതിൻ്റെ എന്താ അണ്ടർ ഇൻവോയ്സിങ്, ഓവർ ഇൻവോയ്സിങ്, ലോട്ട് ഓഫ് തിങ്സ്. ഏതായാലും ഇത്തവണ ഈ ഹൈക്ക് ചെയ്യണമെന്നു വലിയ ചർച്ചയായിട്ടുമില്ല, ഒരു വാർത്തയായി വാർത്ത വന്നങ്ങ് പോയി. ആവില്ല, കാരണം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് ശ്രമിച്ചു നോക്കി ഈ പെട്രോൾ ഒരു ഇഷ്യൂ ആക്കാൻ, ആവുന്നില്ല, ക്ലച്ച് പിടിക്കുന്നില്ല. ചാനലുകൾ ആഞ്ഞ് ശ്രമിച്ചു, 3-4 ദിവസം ചർച്ച വയ്ക്കും, ചർച്ചയിൽ ബഹളം വയ്ക്കും എന്നുള്ളതല്ലാതെ പുറത്ത് ബഹളം നടക്കുന്നില്ല, റോഡിൽ ആൾക്കാർ ഇറങ്ങുന്നില്ല. ഇറങ്ങാത്തത് അവരെ ഇത് പിഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ കാര്യം. ഏതായാലും നമ്മുടെ പ്രേക്ഷകർ ഒരു സിമ്പിൾ കാര്യം ആലോചിച്ചാൽ മതി. ഡീസലിൻ്റെ വില കൂടി. ഡീസലിൻ്റെ വില കൂടിയാൽ ആദ്യം സമരം ചെയ്യേണ്ട ആൾക്കാർ ഓട്ടോറിക്ഷക്കാർ, പ്രൈവറ്റ് ബസ്സുകാർ. അവർ സമരം ചെയ്തിട്ട് എത്ര കാലമായി ഓട്ടോറിക്ഷയുടെ മിനിമം ചാർജ് 30 രൂപയിൽ നിൽക്കുന്നു. 30 രൂപയിൽ എല്ലാവരും ഓടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. 30 രൂപയിലാണല്ലോ നിൽക്കുന്നത്. അവർ സമരം ചെയ്യുന്നില്ലല്ലോ. പ്രൈവറ്റ് ബസ് സമരം ചെയ്യുന്നില്ലല്ലോ. എന്താ ചെയ്യാത്തത്? തിങ്ക് അബൌട്ട് ദാറ്റ്. ഇറ്റ് ഈസ് നോട്ട് പിഞ്ചിങ് ദം. അതാണ് അതിൻ്റെ സത്യം. ഏതായാലും പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ഇടയ്ക്ക് കൂട്ടത്തിൽ ആ ഉപ്പേരി ഭരണിയുടെ കാര്യം കൂടെ ഓർത്താൽ കൊള്ളാം. അല്ല, ഞാൻ പ്രേക്ഷകരുടെ ചോദ്യത്തിന് മുഴുവൻ ഉത്തരമായിട്ടില്ല. കാരണം എന്തുകൊണ്ട് ഈ ഓയിൽ കമ്പനികൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ക്രൂഡിൻ്റെ വില കുറയുമ്പോഴും ചിലപ്പോൾ ഇവർ കൂട്ടുന്നു, ക്രൂഡിൻ്റെ വില കൂടുമ്പോൾ ചിലപ്പോൾ ഇവർ കുറയുന്നു. ഇതിൻ്റെ കാരണമാണ് ആ കാർന്നൂർ എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. അത് എനിക്ക് അറിയില്ല എന്നുള്ളത് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ സമ്മതിക്കുന്നു. കാരണം ആ ഒരു ഏരിയ ഞാൻ പഠിച്ചിട്ടില്ല, അതാണ് എൻ്റെ സത്യം. അപ്പം അതുകൊണ്ട് പ്രേക്ഷകർക്ക് മുഴുവൻ ഉത്തരമായി എന്ന് ഞാൻ കരുതുന്നില്ല. അതെ, അപ്പോൾ അല്ലല്ലോ, ആ ഒരു പോർഷൻ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നു. ബട്ട് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ, ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ ഇവർ കൂട്ടുന്നുണ്ട്, കൂടുമ്പോൾ ഇവർ കുറയ്ക്കുന്നുമുണ്ട്. അതും ശ്രദ്ധിക്കണം. അത് ടി വിക്കാർ കാണിക്കുകയില്ല. അത് നമ്മളുടെ ഈ എക്കണോമിക് ടൈംസ്, മണി ലൈഫ്, മണി കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ് പലവിധ വെബ്സൈറ്റുകളുണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ, ഫൈനാൻഷ്യൽ എക്സ്പ്രസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ട്വിറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലത്തെ, അവിടെ കുറയുമ്പോൾ ഇവിടെ കൂടുമ്പോൾ കുറയുന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ റഷ്യക്ക് കണ്ടില്ല, റഷ്യയുടെ എണ്ണ ആരും മേടിച്ചു പോകരുതെന്ന് പറഞ്ഞ് അമേരിക്ക ഉത്തരവിട്ടതാണ്. എന്നിട്ട് എന്താ, റഷ്യ ചത്തുപോയോ? നമ്മളെല്ലാം വിചാരിച്ചു എണ്ണ വില കൂടി ഇവിടെ നിൽക്കപ്പുറതി ഇല്ലാതെയാകും.
കൂടിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഡയറക്റ്റ് കണക്ഷൻസ് അല്ല ഇതിൽ, ഇൻഡയറക്റ്റായിട്ട് ഒരുപാട് കണക്ഷനുണ്ട്. അമേരിക്ക താരിഫ് കൂട്ടി, എന്ത് സംഭവിച്ചു ഇന്ത്യക്ക്? താരിഫ് കൂട്ടി, സംഭവമൊക്കെ ശരി, അതിൻ്റെ കൂടെ ഒരു എക്സ്ക്ലൂഷൻ ലിസ്റ്റ് വെച്ചു. ഈ എക്സ്ക്ലൂഷൻ ലിസ്റ്റ് ആരും വായിക്കുന്നില്ല. താരിഫ് ജനറലി 26% ഇന്ത്യക്ക് അടിച്ചു. താഴെ എക്സ്ക്ലൂഡഡ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മേജർ ഐറ്റംസ് മുഴുവൻ ട്രംപ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കും, ഒഴിവാക്കി തന്നു. അവസാനം കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ $2 ബില്യൺ വ്യത്യാസമാണ് നമ്മളും അമേരിക്കയും തമ്മിലുള്ള ബിസിനസ്സിൽ വരുന്ന വ്യത്യാസം. $2 ബില്യൺ എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ നേരത്തെ ചിലവിനുള്ള കാശ്. ഇതാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ പെട്ടെന്നൊരു ഇമ്പ്രഷൻ ഈ ടി വിയുടെ ഹെഡ്ലൈറ്റ്സ് കൊണ്ട് ഉണ്ടാകുന്നത് അത് ശരിയല്ല, അങ്ങനെയൊന്നും അല്ല. ലോക എക്കണോമിയും നമ്മുടെ സ്വന്തം എക്കണോമിയും ചലിക്കുന്നത് അങ്ങനെയല്ല. അതാണ് യാഥാർത്ഥ്യം. ഏതായാലും പ്രേക്ഷകർ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനം എന്ന് പറയുന്ന പോലെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടൊരു ചോദ്യമാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചത്. അതിൽ നമുക്ക് ചേട്ടൻ പ്രേക്ഷകർക്ക് വേണ്ട ഉത്തരം ഞാൻ കൊടുത്തു. ബട്ട് ഉത്തരമില്ലാത്തൊരു ഏരിയ ഉണ്ടെന്നും ഞാൻ പറഞ്ഞു. ഉത്തരമില്ല എന്ന് വെച്ചാൽ ഞാൻ അതിന് ബുദ്ധിമുട്ടിയിട്ടില്ല. പ്രേക്ഷകരായ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരാണ് നമ്മളെ പ്രേക്ഷകർ, നമ്മളെക്കാൾ കാര്യങ്ങൾ അറിയാവുന്നവരുമാണ്. അതുകൊണ്ട് അറിഞ്ഞുകൂടാത്ത കാര്യം അറിഞ്ഞുകൂടാ, അത് തന്നെയാണ് അതിൻ്റെ ശരി. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളൂ. ആ കാര്യം പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ കമൻസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ചേട്ടനെ അദ്ദേഹത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ട് അതിലൊരു ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറയുകയും ചെയ്യാമല്ലോ. ഏടാകൂടം പിടിച്ച സ്ഥലത്ത് ചേർത്തലേക്ക് പോകുന്നു, പൊന്നാമ്പളി സുനിലാണ്, അവിടെ ചെല്ലാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോകാൻ പറഞ്ഞ ആ കൊറോണ കാലത്ത് തൊഴിലില്ലാതിരിക്കുകയാണ്, അന്ന് പോകാനും പറ്റില്ല. അന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു, നടന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം, നോക്കാം നമുക്ക്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.